ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ 2026 കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സാർ, 2026 കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ 2026 കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 2 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സാർ, 2026 കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 2 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? സാർ, 4 ചെറിയ ഔദ്യോഗിക ഭേദഗതികൾ അവതരിപ്പിക്കാനുണ്ട്. സബ്ജക്ട് കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് ശേഷം അവതരിപ്പിക്കുക. സാർ, വളരെ പ്രയാസകരമായ ഒരു കാര്യം ഇത് പ്രതിപക്ഷമില്ലെങ്കിൽ തന്നെ ഇവിടെ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ ചെറിയ വാക്കുകളിൽ ഇത് കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ അത്യപൂർവമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. സാർ, 1956 കേരളം ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനമായി രൂപീകരിച്ചതിന്റെ 70ാം വാർഷികം നടക്കുന്ന സമയത്താണ് ചരിത്രപരമായ ഈ നിയമനിർമ്മാണം നമ്മുടെ സഭയ്ക്ക് മുമ്പാകെ വരുന്നത്. സാർ, നിർഭാഗ്യവശാൽ ഒരുമിച്ച് നിന്ന് ഇത് അംഗീകരിക്കുകയും ഇതിൽ ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യേണ്ട പ്രതിപക്ഷം ഏകപക്ഷീയമായി ഇന്ത്യ രാജ്യത്ത് പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചതിന്റെ ആശങ്കയും അതിന്റെ ഭീതിയും ഒരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലാകെ നിൽക്കുകയും SIR-ലൂടെ ആ നയം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പലയിടത്തും പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവരുടെ ആശങ്കകൾക്ക് തീർച്ചയായും കേരളം ഒരുമിച്ച് കേരളീയനായ മനുഷ്യന്റെ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിക്കാനും പ്രതിപക്ഷം ഇരുന്നില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായ ഒരു കാര്യമായി കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. സാർ, ഒരു രാജ്യത്തിന്റെ പൗരനായി അംഗീകരിക്കപ്പെടുന്നത് ഓരോ വ്യക്തിയുടെയും അടിസ്ഥാന അവകാശമാണ്. സാർ, നമ്മുടെ ഭരണഘടന നൽകുന്ന സമത്വവും സ്വാതന്ത്ര്യവും നീതിയും പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ജനിച്ചു വളർന്ന മണ്ണിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന നിലയിലുള്ള നിയമനിർമ്മാണം പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞു. ചില പ്രത്യേക വിഭാഗങ്ങളെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് ചില അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ നിയമനിർമ്മാണ സംവിധാനത്തെ ഭരണകൂടം ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാർ പൗരത്വ ഭേദഗതി നിയമം. ഇത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പോലും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വലിയ തോതിൽ ആശങ്കയുണ്ടായിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യത്തോടെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചത്. പൗരത്വവും നേറ്റിവിറ്റിയും 2 ആശയങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കേരളീയൻ എന്ന് തെളിയിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട്. എന്നാൽ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരത്വം പോലെ കേരളീയൻ എന്ന് തെളിയിക്കുന്ന നിയമ പ്രാബല്യമുള്ള ഒരു രേഖ ഉണ്ടാവണമെന്ന ആവശ്യം സാക്ഷാത്കരിക്കുന്നതിനായിട്ടാണ് സാർ ഈ നിയമനിർമ്മാണം. കേരളത്തിൽ ജനിച്ചു വളർന്ന് മലയാളിക്ക് അവൻ ഇപ്പോൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് കണക്കിലെടുക്കാതെ മലയാളി എന്ന ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിനായി നേറ്റിവിറ്റി കാർഡ് എന്ന ആശയം നമ്മൾ പ്രഖ്യാപിച്ചത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന ദേശാഭിമാനവും പൗരബോധവും ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ആത്മാഭിമാനത്തോടെ കേരളീയൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു ചരിത്ര നിയമമാണ് സാർ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ലോകത്ത് മലയാളി എത്തിച്ചേരാത്ത രാജ്യങ്ങളില്ല, മലയാളി ഇല്ലാത്ത നാടുകളുമില്ല ലോകത്ത്. നാരായണൻ നായർ പറഞ്ഞിട്ടുണ്ട്, കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ. മലയാളി ഇല്ലാത്ത ലോകത്തെ ഒരു സ്ഥലവുമില്ല എന്നുള്ളത് വളരെ ഗംഭീരമായ അഭിമാനത്തോടെ നാം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. നാം തമാശയിൽ പറയാറുണ്ട് ചന്ദ്രനിൽ പോലും മലയാളി സാന്നിധ്യം ഉണ്ടാകുമെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മലയാളിയുടെ വിദ്യാഭ്യാസവും ബുദ്ധിയും ലോകത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ലോകത്ത് എല്ലായിടത്തും മലയാളി എത്തപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വലിയ മുന്നേറ്റമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതോടെ കർഷകർക്കും കുടിയാന്മാർക്കും ഭൂമിയിൽ അവകാശം കിട്ടുകയും അതിലൂടെ ഉണ്ടായ വരുമാനം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വിനിയോഗിച്ചതുമാണ് ഭൂപരിഷ്കരണ രംഗത്തുണ്ടായതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ലോകം ശ്രദ്ധിക്കപ്പെട്ട വലിയ മുന്നേറ്റത്തിന് കേരളം ഇടകൊടുത്തത്. 1970-കളോടെ കേരളത്തിൽ നിന്ന് ലോക രാജ്യങ്ങളിലേക്ക് വലിയ സ്വീകരണമാണ് മലയാളിക്ക് ലഭിച്ചത്. 1990-കളോടെ ഗൾഫ് രാജ്യങ്ങളും മലയാളിക്ക് സ്വന്തമായി. എന്നാൽ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുമ്പോഴും മലയാളി എന്ന ആത്മവിശ്വാസവും അഭിമാനവും അവൻ കൈവിട്ടിട്ടില്ല. കേരളത്തെ സ്വപ്നം കണ്ട് മലയാളത്തെ സ്നേഹിക്കുന്ന മറുനാടൻ മലയാളികളെ കൂടി ഉദ്ദേശിച്ചാണ് സാർ ഈ നിയമനിർമ്മാണം. അന്ന് തന്നെ നേതൃത്വം നൽകിയ ലോക കേരള സഭ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് 225ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇത്തവണ വന്നു ചേർന്നപ്പോ മലയാളത്തെ കുറിച്ച് അവരുടെ
ആത്മാഭിമാനം എത്രമേൽ ഉയരത്തിലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്ന് പി ഭാസ്കരന്റെ രചന ശ്രീനിവാസന്റെ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കാൻ ഇപ്പോഴും മറുനാടൻ മലയാളിക്ക് ഗൃഹാതുരത്വത്തോടൊപ്പം ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സാർ അത് കാണുന്നത്. ഇത് കേരളത്തിലെ ഗവൺമെന്റ് തിരിച്ചറിയുകയാണ്. വ്യക്തികളുടെ തിരിച്ചറിയൽ ഭരണകാര്യങ്ങളിൽ ഉറപ്പാക്കാനും സർക്കാർ വിവിധ കാര്യങ്ങളിൽ നൽകുന്ന ആനുകൂല്യങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും നാറ്റിവിറ്റി കാർഡ് സഹായകരമാകും എന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ.